അങ്ങനെ നമ്മൾ ഹോട്ടൽ വിട്ട് പുറത്തിറങ്ങി. റെഞ്ചോല പാസ് 8 hours ഉണ്ട്. പാസ് വരെ 4 hours ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും സ്റ്റീപ്പ് ഇറക്കുക, പിന്നെയും 4 hours ഉണ്ട്. ടോട്ടൽ 8 hours. ആഹാ, let's go. താഴത്തെത്തി. റെഞ്ചോല പാസ് ഇന്നത്തെ നമ്മുടെ പാസ്സാണ്. എയ്റ്റ് അവേഴ്സ് ടോട്ടൽ. പൊട്ടി വെള്ളം വീണ് ഫുള്ള് ഫ്രോസണായി. അമ്മച്ചി എന്തോ പറിച്ചിട്ട് പോന്നു. ഈ നിൽക്കുന്ന ചെടികൾ തന്നെയാണെന്ന് തോന്നുന്നു. ഈ സയോസിൽ നിന്ന് വന്ന വെള്ളമാണ്. റെഞ്ചോല പാസിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, വെയിറ്റ് ടു റെഞ്ചോല പാസ്. ഓടിപ്പോന്നതേ, പിന്നെ ടീംസിനെ കണ്ടുമുട്ടി. ഇവിടെ വേറൊരു കപ്പലുണ്ട്. ഓ, വിശക്കാരാ, വഴി കാണിച്ചു വരുവാണോ? അടിപൊളി. ഭയങ്കര ഫാസ്റ്റ് ആട്ടോ, ഇവരുടെ ഒപ്പം പിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പൊക്കോ, എനിക്കറിയാൻ വഴി. കണ്ട, അവര് പറന്നു പോവാ. വിഷയം എന്നിടയ്ക്ക് എന്തൊക്കെ കൊത്തി തിന്നുന്നുണ്ട്. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. അങ്ങനെ നമ്മൾ ഗോക്കി വിടുകയാണ്. ഈ ട്രക്കിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്കിഷ്ടപ്പെട്ടത് എന്തോ ഭയങ്കര ഒരു സ്ഥലം. അപ്പം അങ്ങനെ ഗോക്കിയോ നമ്മൾ വിടുകയാണ്. റെഞ്ചോല പാസ്. ഒന്ന് ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. ഇന്നലത്തെ ആൽബർട്ടിന്റെ പവറിലാണ് ഇപ്പോഴും ഓടുന്നത്. ബിസ്ക്കറ്റ് ഉണ്ട്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ടീ ഷോപ്പിൽ എത്തിയിട്ട് ഒന്നും കൂടെ ആൽബർട്ട് അടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പയ്യെ മൂവ് ആവാം. ഓൺ സ്റ്റോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ പാസ് എത്താറായി. ഗേറ്റ് എന്താ, അവിടെ സ്റ്റോണ് കാണാം. അത്യാവശ്യം സ്റ്റീപ്പ് ഉണ്ടായിരുന്നു. ചോലപ്പാസിൻ്റെ അത്ര സ്റ്റീപ്പൊന്നും അല്ല, കുഴപ്പമില്ലാത്ത സ്റ്റീപ്പ്. അപ്പം ഇനി റെഞ്ചോല പാസ് വെച്ച് കാണാം. മോർണിംഗ് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല ക്ലൈംബ് നമ്മൾ ചെയ്തു. ഇപ്പം അങ്ങോട്ടേക്ക് പോകണം. അവിടെ എത്തുമ്പോൾ പാസ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. 2 പേര് കയറി വരുന്നുണ്ട്.
മേളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇനിയും 2 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും ഗ്ലേഷ്യർ, പക്ക ഗ്ലേഷ്യറാണ്. കയറി വരുമ്പം ഒരു ട്രയൽ കിട്ടും. അടിപൊളി ട്രയലാണ്. ആൾക്കാരൊക്കെ പോകുന്നത് അത് ക്രോസ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം 2 hours എടുക്കും. ആൾക്കാർ വരുന്നുമുണ്ട്. ഈ റെഞ്ചോല പാസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ ഇവിടുന്ന് ലോബ്സ്, എവറസ്റ്റ്, മക്കാലു, ചോയോ എല്ലാത്തിൻ്റെയും ക്ലിയർ വ്യൂ കിട്ടും. അതങ്ങനെ എല്ലായിടത്തും കിട്ടത്തില്ല. അതാണ് റെഞ്ചോല പാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇനിയുണ്ട് നമുക്കൊരു 2 hours പാസ് എത്താൻ. അത് കഴിഞ്ഞൊരു 4 hours ഉണ്ട് ഡൗൺ. നോക്കാം. അങ്ങനെ റെഞ്ചോല പാസ് എത്തി. ഫുൾ പവർ സ്നോഫോൾ. അതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കൈയൊക്കെ ഫുൾ ഫ്രീസായി. ഇവിടെ ഉണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവം. ചാർജിങ് പോർട്ട് ഉണ്ട്. 2 hour ഫുൾ പവർ സ്നോഫോൾ. ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. എന്തായാലും കുറച്ച് നേരം ഐഫോണൊക്കെ കുത്തിയിട്ട് ചാർജ് ചെയ്ത് ചില്ലടിച്ച് പോവാം. അങ്ങനെ പാസ് എത്തി. ഫുൾ പവർ ലാസ്റ്റ് പാസ്. ടീംസ് കയറി വരുന്നുണ്ട്. റെഞ്ചോല പാസ് ലാസ്റ്റ് പാസ്. 3 പാസിന്റെ ലാസ്റ്റ് പാസ് നമ്മൾ അടിച്ചിരിക്കുകയാണ്. ഫുൾ പവർ സ്നോഫോൾ. താഴത്തേക്കുള്ള വഴിയാണ്. ഇപ്പൊ ലുങ്തങ്ങിലേക്ക് പോവാം. ഫുൾ പവർ തിരിച്ച് അങ്ങനെ നമ്മൾ ലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം വലിയ ലേക്കാണ്. സ്നോ നിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ റെഞ്ചോല പാസ് കഴിഞ്ഞു. നേരെ ലുങ്തിങ് എത്തിയിട്ടുണ്ട്. ലുങ്തിങ് ഇത് നൈസൊരു വില്ലേജാണ്. മറ്റേ ജിപ്സികളും അങ്ങനത്തെ ആൾക്കാരാണ്. ചുരുക്കം ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ. ഹോട്ടൽസ് അല്ല, ലോഡ്ജും റെസ്റ്റോറൻറ്റും ഒക്കെ. അടിപൊളി പ്ലേസ്. അങ്ങനെ നമ്മൾ മുർലൂങ് എത്തിയിരിക്കുകയാണ്. നേരത്തെ അവിടുന്ന് ഫുഡ് കഴിച്ചു വിട്ടുപോന്നു. പക്ഷേ ടൈം നമുക്ക് നംചി പിടിക്കാനായിട്ടുള്ള ടൈമില്ല.
അപ്പം അവിടുത്തെ ദീദി പറഞ്ഞു മുർലോങ്ങിൽ സ്റ്റേ കിട്ടും, വൈഫൈ കിട്ടും, അപ്പം അങ്ങനെ ഓൺലൈൻ ട്രാൻസ്ഫറും നടക്കുമല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങ് പോന്നു. ജോലപ്പാസ് ലുംതാൻ വഴിയാണ് നമ്മൾ വന്നത്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു എന്തോ കാണുന്നുണ്ട്. അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം.